മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പശ്ചാത്തപിച്ചത് കൊണ്ട് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല. ആശങ്കപ്പെടുന്നത് കൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ വർത്തമാനകാലം ആസ്വദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഭംഗി. ആരും അറിയാത്തവനെ ഈശ്വരൻ അറിയുന്നു. ആരും സഹായിക്കാത്തവനെ ഈശ്വരൻ സഹായിക്കുന്നു. ആരും പരിഗണിക്കാത്തവനെ ഈശ്വരൻ പരിഗണിക്കുന്നു. ഭക്തരെ, നിങ്ങൾ ആരുടെയും സ്വകാര്യതയിൽ കൈകടത്താതിരിക്കുക. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആണെങ്കിൽ പോലും. നിങ്ങളോട് അസൂയ ഉള്ളവരെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ടവർ ആണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ വൃത്തിയോടെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ: ശരീരം, വസ്ത്രം, ചിന്തകൾ. ഭക്തരെ, ഒരാളെ നിങ്ങൾ ചതിക്കുക എന്നത് ഒരു കടം വാങ്ങൽ തന്നെയാണ്. എന്തെന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ആ കടം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. മറ്റൊരാളുടെ പുഞ്ചിരിക്കു കാരണം നിങ്ങളാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഭക്തരെ, ശത്രുവിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തേക്കാൾ അപകടമാണ് വഴിതെറ്റിപ്പോയ സ്വന്തം മനസ്സ്. സ്നേഹത്തിനു വേണ്ടി യാചിച്ച് ചെല്ലുന്നതിനേക്കാൾ നല്ലത് മൗനമായി പിന്മാറുന്നതാണ്. ആളുകളെ അസ്വസ്ഥരാക്കുകയും നിങ്ങളെ വെറുക്കാൻ കാരണമാകുകയും ചെയ്യുന്ന തമാശകൾ ഒരിക്കലും പറയാതിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ വേഗത്തിലും തീക്ഷ്ണതയും ഉള്ളതുമാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴേക്കും മറ്റുള്ളവർ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കും. ഭക്തരെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത ഏറ്റവും മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ പ്രാർത്ഥനകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നിങ്ങൾ ആളുകളിൽ തെറ്റുകൾ മാത്രം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. സന്തോഷം നിറഞ്ഞ മനസ്സിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും സമൃദ്ധിയും വന്നു നിറയുന്നു. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.